നമ്മൾ രണ്ടാമത്തെ എക്സ്പെരിമെന്റ് എന്ന് പറയുമ്പോൾ DNS സെർവർ കോൺഫിഗറേഷൻ ആണ്. അതിനായിട്ട് മെയിനായിട്ട് വേണ്ടത് ഒരു സെർവർ, പിന്നെ 2 PC, പിന്നെ നമുക്ക് ഇതെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്വിച്ചും കൂടെ വേണം. ഏതെങ്കിലും ഒരു സ്വിച്ച് എടുത്ത് വയ്ക്കുക. ഇത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിവൈസസ് ആയതുകൊണ്ട് സ്ട്രൈറ്റ് ത്രൂ കേബിൾ ഉപയോഗിച്ച് കണക്ട് ചെയ്തു. സെർവറിനെ നമ്മൾ പോർട്ട് 1 കണക്ട് ചെയ്തു, PC0നെ 2 കണക്ട് ചെയ്തു, PC1നെ 03 കണക്ട് ചെയ്തു. അപ്പൊ ഫിസിക്കൽ കണക്ഷൻ ഇത്രയേ ഉള്ളൂ. അടുത്ത ചെയ്യേണ്ടത് ഇതിനെ 3നെയും ഒരു നെറ്റ്വർക്കിൽ കൊണ്ടുവരണം. നമുക്കിവിടെ ഒരു നെറ്റ്വർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഇത് കൊടുക്കാം 192.168 വേണമെന്നില്ല, വേറെ എങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. 168.1 നമ്മൾ കൊടുക്കാം. നമുക്ക് 2 കൊടുക്കാം. 2.0 സബ്നെറ്റ് മാസ്ക് 255.255.255.0. ഇതിപ്പോ ഞാൻ ക്ലാസ് സീൽ ചെയ്തേക്കുന്നതാണ് ഇങ്ങനെ IP കൊടുത്തത്. ഇത്രയും ഭാഗം നെറ്റ്വർക്കും ഈ ഭാഗം ഹോസ്റ്റും. ഓക്കെ, ഈ 0 എന്നുള്ള ഭാഗം ഹോസ്റ്റും. ഇതാണ് ഇതിന്റെ നെറ്റ്വർക്ക്. അപ്പൊ നമുക്ക് ഈ ഹോസ്റ്റ് ഉള്ള നമ്പർ മാറ്റി നമുക്ക് 3 സിസ്റ്റത്തിനും പറഞ്ഞു കൊടുക്കാം. ഫസ്റ്റ് നമ്മളെ സെർവർ സിസ്റ്റം 192.168.2. അതുവരെ സെയിം ആണ്. 1 കൊടുക്കാം. സബ്നെറ്റ് മാസ്ക് 255.255.255.0. ഓക്കെ, ഇനി PC1 എടുക്കാം. 192.168.2. അടുത്ത ഏതാണ് IP എടുക്കാൻ വേണ്ടി 2 കൊടുക്കാം. സബ്നെറ്റ് മാസ്ക് 255.255.255.0. അടുത്ത രണ്ടാമത്തെ PC1 എന്നുള്ളതിന് 192.168.2.3 കൊടുക്കാം. സബ്നെറ്റ് മാസ്ക് 255.255.255.0. ഇതാണ് ഇതിന്റെ IP. ഇതിനെ നമ്മൾ എടുക്കുന്നത് DNS സെർവർ ആയിട്ടാണ് എടുക്കണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ സിസ്റ്റം ഒന്ന് കോൺഫിഗർ ചെയ്യാം. ക്ലിക്ക് ചെയ്യുക, കോൺഫിഗിൽ പോവുക, അതിന്റെ ഡെസ്ക്ടോപ്പിൽ പോയിട്ട് IP എടുക്കുക. ഡെസ്ക്ടോപ്പിൽ IP എടുത്ത് സ്റ്റാറ്റിക് കൊടുക്കുക. നമ്മൾ ഈ സെർവറിന് കൊടുക്കാൻ വെച്ചിരുന്ന IP എന്തിനാണ്? 192.168.2.1. സബ്നെറ്റ് മാസ്ക് 255.255.255.0. ഇവിടെ നമുക്ക് DNS സെർവറിൽ നമുക്ക് വേണമെങ്കിൽ ഇതേ സെയിം സിസ്റ്റത്തിൻ്റെ സെർവർ സിസ്റ്റത്തിൻ്റെ IP വേണമെങ്കിൽ DNS സെർവറായിട്ട് കൊടുക്കാം. കൊടുത്തില്ലെങ്കിൽ ഈ സിസ്റ്റത്തിൽ DNS വർക്ക് ചെയ്യില്ല, പക്ഷേ ഇത് DNS പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഇപ്പോൾ നമുക്ക് DNS സെർവറിൻ്റെ സ്ഥാനത്ത് സെയിം ഈ സിസ്റ്റത്തിൻ്റെ ഈ സെർവർ സിസ്റ്റത്തിൻ്റെ IP തന്നെ കൊടുക്കാം. 192.168.2.1 കൊടുക്കാം. ഓക്കെ, ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് PC1 കൊടുക്കാം. ഡെസ്ക്ടോപ്പ് എടുക്കുക, IP കോൺഫിഗ് കൊടുക്കുക, സ്റ്റാറ്റിക് എടുക്കുക, 192.168.2.2 കൊടുക്കുക, സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. നമ്മുടെ DNS സെർവർ ഏതാണ് കൊടുക്കാനുള്ളത്? ഇതാണ് നമ്മുടെ DNS സെർവർ. അതിന്റെ IP അഡ്രസ് കൊടുക്കുക. 192.168.2.1. ഓക്കെ, ഇനി അടുത്ത ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യുക, IP കോൺഫിഗ് എടുക്കുക, 192.168.2.3 കൊടുക്കുക, സബ്നെറ്റ് മാസ്ക് കൊടുക്കുക. DNS സെർവറിൽ 192.168.2.1. DNS സെർവർ നമ്മൾ ഇതാണ് നമ്മൾ DNS സെർവർ ആക്കാൻ പോകുന്നത്. അതിന്റെ IP അഡ്രസ് കൊടുത്ത്. ഓക്കെ, ഇനി DNS എന്ന് വെച്ചാൽ എന്താണ്? ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. എക്സാമ്പിള് നമ്മളിപ്പോ
google.com കൊടുത്തു. നമ്മൾ ഈ google.com എന്നുള്ള ഡൊമൈനിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IP ഉണ്ട്. നമ്മൾ പിന്നെ ബ്രൗസറിൽ പോയി നമ്മൾ google.com എന്നായിരിക്കും ടൈപ്പ് ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാവും. പക്ഷെ അത് കൺവേർട്ട് ചെയ്ത് നേരെ IP-ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞാൽ നമുക്ക് IP ഡയറക്റ്റ് പോയി നമ്മൾ ക്രോമിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഗൂഗിൾ കിട്ടും. ട്രൈ ചെയ്ത് നോക്കാം. ബ്രൗസർ എടുക്കുക, ഇവിടെ പേസ്റ്റ് ചെയ്യാം ഗൂഗിളിൻ്റെ IP. കറക്റ്റ് ഇതാ google.com വരും. അതാണെന്ന് വെച്ചാൽ നമ്മളിവിടെ google.com എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ IP അഡ്രസ്സിലോട്ടാണ് പോകുന്നത്. അതാണ് ഡൊമൈൻ നെയിമിംഗ് സിസ്റ്റം. എന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ മനസ്സിലാകുന്നത് നെറ്റ്വർക്കിൽ കയറുമ്പോൾ അത് ഇംഗ്ലീഷ് അല്ല, അത് IP അഡ്രസ്സിലോട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് DNS. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തേക്കുന്ന സിസ്റ്റത്തിന്റെ നെയിം കണ്ടോ, അത് വെച്ച് നമുക്ക് ഈ IP അഡ്രസ്സിനെ കോൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഈ സെർവർ സിസ്റ്റം എടുക്കുക, ഓപ്പൺ ചെയ്യുക, സർവീസ് ഓപ്പൺ ചെയ്യുക, DNSൽ വരിക, DNS ഓൺ ആക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞു കൊടുക്കുക നമ്മൾ ഏതാണ് PC 0. PC 0 അടിക്കുന്ന ടൈമിൽ ഏത് IP അഡ്രസ്സിലോട്ട് പോകണം? 192.168.2.2 എന്നുവെച്ചാൽ PC 0 എന്ന് എവിടെ വിളിച്ചാലും അതെന്തായിരിക്കും റൺ ചെയ്യുന്നത്? ഈ IP അഡ്രസ് ആയിരിക്കും റൺ ചെയ്യുന്നത്. അടുത്ത രണ്ടാമത്തെ PC നമ്മുടെ PC 1 IP അഡ്രസ് 192.168.2.3 ആഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ നെയിം വിളിച്ച ഈ IP അഡ്രസ്സ് വരും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ നമ്മൾ പിങ് ചെയ്ത് ഈ IP അഡ്രസ്സിലേക്ക് പിങ് ചെയ്യണം. നമുക്കിനി ഈ നെയിം വെച്ച് പിങ് ചെയ്താൽ മതി. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. PC 1 എടുക്കുക, കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക. നമുക്ക് ഈ ആദ്യത്തെ PCയിൽ നിന്ന് രണ്ടാമത്തെ PCയിലോട്ട് ചെയ്ത് നോക്കാം. എന്ന് വെച്ചാൽ PC 0ൽ നിന്ന് PC 1 പിങ് ചെയ്ത് നോക്കാം. പിങ് ആദ്യം IP യൂസ് ചെയ്യാം. 192.168.2.3 കൊടുക്കുക, എൻ്റർ ചെയ്യുക. കണ്ട സക്സസ്ഫുള്ളി പിങ് ആവണുണ്ട്. ഇനി നമുക്ക് ആ പേര് വെച്ച് നോക്കാം. പിങ് PC 1 കണ്ട സക്സസ്ഫുള്ളി പിങ് ആയി. നമുക്കപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് IP അടിക്കേണ്ട. ഇങ്ങനെ IP നമ്മളിങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ നെയിം മാത്രം അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ സിസ്റ്റത്തിൽ നിന്നിട്ട് നമ്മളെ PC 1ൽ നിന്ന് നമുക്ക് 0 കിട്ടുമെന്ന് നോക്കാം. കമാൻഡ് പ്രോംപ്റ്റ് എടുക്കുക, പിങ് PC 0 സക്സസ്ഫുള്ളി പിങ് ആയിട്ടുണ്ട്. ഇത്രയുള്ള DNS സെർവർ. ഇതാണ് നമ്മുടെ DNS സെർവറിന്റെ ഡയഗ്രാം. നമ്മളെ നെറ്റ്വർക്ക്.